ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് റിവ്യൂ ഓഫ് ബിഗ് ബോസ് സീസൺ 7. അങ്ങനെ 29ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ ഏറായിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇന്ന് സംഭവബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ആദ്യം ചെറിയ ഓണപരിപാടിയൊക്കെ ആയിട്ട് രമ്യ നമ്പീഷനും ടീമൊക്കെ വന്ന് മെല്ലനെ സമാധാനത്തിൽ പോകുന്ന ഒരു എപ്പിസോഡായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ബോംബുകൾ കൊണ്ട് മസ്താനിയും അനിമോളും വന്നത്. മസ്താനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇന്നലെയാണ് വീട്ടിലേക്ക് കാല് കുത്തിയത്. അപ്പം തന്നെ രേണു സുധീരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ചൊറിഞ്ഞു. പറയാൻ പാടാത്ത ഒരു തരം കാര്യങ്ങൾ തന്നെയാണ്. മരണപ്പെട്ട ഒരാളുടെ പേരൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞിട്ട് വേണ്ടാത്ത വർത്താനാണ് പറഞ്ഞത്. കുറച്ചൊരു ഓവറാണത്. അതുപോലെ തന്നെ മസ്താനിയുടെ സ്റ്റാൻഡേർഡ് കാണിച്ചു എന്ന് പറയേണ്ടി വരും. മസ്താനി നടത്തുന്ന തരം ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് അറിയാലോ. അത്രയും മികച്ച നിലവാരമുള്ള ഇന്റർവ്യൂസ് ആണ് മസ്താനി നടത്തുന്നത്. ആ ഇന്റർവ്യൂസിന്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പോലെയാണ് ഹൗസിൽ മസ്താനി പറയുന്ന ഓരോ കാര്യങ്ങളും. അതായത് ആര്യനും ജിസലും എന്താണ് പുതപ്പിനുള്ളിൽ ചെയ്തത്, ഇതൊക്കെയാണ് മസ്താനിക്ക് അറിയേണ്ടത്. ദേ ആർ ടു ഇൻഡിവിജ്വൽസ്. അവർക്ക് എന്ത് വെച്ചാൽ ചെയ്യാം. ഇനിയിപ്പോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം വിട്ടേക്ക്. അതിങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ പ്രൈവസിയിൽ. ഓക്കെ, അപ്പൊ അത് അനിമോളിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അനിമോളാണെങ്കിൽ പറഞ്ഞു ഇവര് തമ്മിൽ കിസ് ചെയ്യുന്ന കണ്ടു എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അനിമോള്. അതിന്റെ സത്യം എന്താണെന്ന് അനിമോള് ഡെമോൺസ്ട്രേറ്റ് വരെ ചെയ്ത് കാണിച്ചു. അത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു ഏർപ്പാടില്ല. അതിങ്ങനെ ഇരുന്നിങ്ങനെ വാച്ച് ചെയ്തു എന്നാണ് അനിമോള് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മളാണെങ്കിൽ നോക്കില്ല, അല്ലെങ്കിൽ തലയെടുത്ത് കളയും അവരങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ. ഇത് നന്നായിട്ട് ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്തു. സ്പൈ ആണല്ലോ അനിമോള്. അതുകൊണ്ട് ക്ലോസ്ലി വാച്ച് ചെയ്ത് മനസ്സിലാക്കി എന്നൊക്കെയാണ് അനിമോള് പറയുന്നത്. ഇവരാണെങ്കിൽ അതേ ഫോഴ്സിൽ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തിട്ടില്ല. ആര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് പറയുന്നത്. അതിന് അനിമോൾ എന്തായാലും അതിപ്പോ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെന്തായാലും അനിമോൾ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ വേണം അതിന്റെ സത്യാവസ്ഥ കാണിച്ചു കൊടുക്കാൻ. ഇപ്പൊ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ക്യാമറ ഹൈഡ് ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ ജിസല് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാളും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അവർ മാരീഡ് അല്ല, അവരായിട്ട് കമ്മിറ്റഡ് അല്ല, അവർ സിംഗിൾസ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്യാത്ത കാര്യം എന്തിനാണ് ഇവള് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത സ്റ്റോറി ഉണ്ടാക്കുന്നതെന്നാണ് ജിസൽ ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ അത് കറക്റ്റാണ്. കാരണം ജിസലൊന്നും ഒരു കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളായിട്ടൊന്നും എന്തായാലും തോന്നുന്നില്ല. അനിമോളും ജിസലും തമ്മിലുള്ള റൈവലറി ജയിലിലിട്ടതിന് ശേഷം ഏകദേശം ഒന്ന് ശരിയായി. അവർ തമ്മിലൊന്ന് ഒത്തുതീർപ്പായി ഒന്ന് മുന്നോട്ടേക്ക് പോകുന്നൊക്കെ വിചാരിച്ചായിരുന്നു. കാരണം ജയിലിലുള്ളപ്പോൾ ഇന്നലെ അനിമോൾക്ക് വേണ്ടി മേക്കപ്പ് ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടാണ് ജിസൽ വന്നിരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മക്കളെ ഇനി ഒരു കാലത്തും അത് സെറ്റ് ആവില്ല. ഇവർ മൂന്നാളും തമ്മിലുള്ള കാര്യം എന്ന് ഏകദേശം അല്ല 100% ഉറപ്പായി എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നത് മസ്താനിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അതൊരു വലിയ പോയിന്റാണ്. ഇത്രയും ദിവസം ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനിമോൾ ഒരാളുടെ അടുത്ത് കൂടി ഇതൊരു കാര്യം സൂചിപ്പിച്ചില്ല? ഉറപ്പാണ് അനിമോളിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ നാട് മുഴുവൻ പാടിയിട്ടുണ്ടാവും, വീട് മുഴുവനുള്ള എല്ലാ ആളും അത് അറിഞ്ഞിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ശൈത്യമെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടാവുന്നത്. ഒരാളുടെ അടുത്ത് എന്തുകൊണ്ട് അനിമോൾ ഇത്രയും ദിവസമായിട്ട് ഈ ഒരു കാര്യത്തിനെ കൊണ്ടൊന്നും മിണ്ടി കൂടിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ? അപ്പൊ ഇത് ക്ലോസ്ലി വാച്ച് ചെയ്യൽ മാത്രമാണോ അനിമോളിന്റെ പരിപാടി? അപ്പൊ അനിമോള് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടാളുടെയും ഭാവിയെ ഓർത്ത് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഓർത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ നാറിയ ഡെമോൺസ്ട്രേഷൻ ഒന്നും കളിക്കാൻ വേണ്ടി ഇരിക്കില്ലല്ലോ. ഇനിയിപ്പോൾ അനിമോളുടെ കളികൾക്ക് പറ്റിയ ബെസ്റ്റ് ആള് മസ്താനിയും കൂടി കിട്ടിയത് സ്ഥിതിക്ക് എന്തായാലും ഇനി എന്ത് തരം കളിക്ക് സമ്മതമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അതാണ്. നവീൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം നടന്ന സംഭവമാണ് ഇതൊക്കെ. അത് അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് നവീൻ ഇതാക്കിയത്. അതിൻ്റെ ഇടയിൽ കുറേ സമയത്ത് നമ്മുടെ ആര്യൻ ഔട്ട് ഓഫ് കൺട്രോളൊക്കെ ആയിപ്പോയി അടിക്കാനൊക്കെ പോണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിസൽ കരഞ്ഞു എന്നല്ലാതെ കരയുന്ന അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു അക്വിസിഷൻ ഹാൻഡിൽ ചെയ്തത്. അത് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. കാരണം ഇവരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ജിസലിനില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കുന്നത്. കാരണം ഇത്രയും ക്യാമറകളൊക്കെ ഇരിക്കുമ്പോൾ എന്തൊരു വിവരക്കേടെ കാര്യം കാണിക്കുമോ? ഇനിയിപ്പോൾ കാണിച്ചാൽ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ശരിയെന്ന് പറയാം, വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് നടന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിൽ തോന്നുന്നത്? നിങ്ങൾക്ക് ആരുടെ കൂടി നിൽക്കാനാണ് തോന്നുന്നത്? ടീം ജിസൽ ആൻഡ് ആര്യൻ്റെ കൂടി നിൽക്കാനാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ടീം അനിമോളുടെ കൂടി നിൽക്കാനാണോ തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് സത്യം എന്ന്
തോന്നുന്നതെന്ന് വെച്ചാൽ അതും കമൻറ്റ് ഡൗൺ ചെയ്യൂ. നമുക്ക് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.